വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സംഘർഷത്തിൽ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ആദ്യം. അഭിജിത്ത് മുഴക്കുന്ന താമരശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഈ വിദ്യാർത്ഥികളുടെ കൈവശം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഇടിവള, നഞ്ചക്ക് ഉൾപ്പെടെ ആയുധങ്ങൾ കൊണ്ടാണ് സംഘടിതരായി ആക്രമിക്കുകയായിരുന്നു. സംഘർഷം ആസൂത്രണം ചെയ്തത് വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വഴിയാണ് എന്ന വിവരമടക്കം വരുന്നുണ്ട്. പോലീസ് ഈ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഭിജിത്ത്, ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ? മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ? വിജയകുമാർ, കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ, 5 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അവർ ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്രതികാരം എന്ന നിലയിലാണ് തങ്ങൾ സംഘടിച്ചെത്തി പരസ്പരം ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ വെച്ച് ഒരു ഫെയർവെൽ പാർട്ടി നടക്കുന്നു. അതിനിടയിൽ ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ, MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു കപ്പിൾ ഡാൻസ് നടക്കുന്നു. ഈ കപ്പിൾ ഡാൻസിനിടയിൽ ചില തടസ്സങ്ങൾ കാരണം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിക്കുന്നു. അതിനെ തുടർന്ന് 2 വിഭാഗം വിദ്യാർത്ഥികളും തമ്മിൽ ചില സംഘർഷം അവിടെ ഉണ്ടായിട്ടില്ല. ചില വാക്കുതർക്കം ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നു. പിന്നീട് ആ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ആൾക്കാർ ഇടപെട്ട് അത് ഒത്തുതീർപ്പാക്കുന്നു, അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. പക്ഷേ ഇതിനുശേഷം ഈ MJ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ ആരംഭിക്കുകയാണ്. അതിൽ വെച്ചാണ് അവർ ചില പ്ലാനിങ്ങുകൾ നടത്തിയത്. അതായത് ഇതിനൊരു പ്രതികാരം ചെയ്യണം, അവിടെയുണ്ടായ വാക്കുതർക്കത്തിനൊരു മറുപടി നൽകണം, കൂകി വിളിച്ചതിനൊരു മറുപടി നൽകണം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു. അങ്ങനെയാണ് ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിക്കാത്ത ഷഹബാസിനെയും കൂട്ടി ഒരു ടീം, അതായത് ഈ വട്ടോളി സ്കൂളിലെ ഒരു ടീം ഈ താമരശ്ശേരിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇന്നലെ, അതായത് വ്യാഴാഴ്ച വൈകിട്ട് ഇവിടെ വെച്ച് ഒരു സംഘർഷമുണ്ടാകുന്നു. 3 ഇടങ്ങളിലായാണ് സംഘർഷമുണ്ടായത്. അതിൽ ആദ്യം നടന്ന സംഘർഷത്തിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ക്രൂരമായൊരു മർദ്ദനം ഏൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കതിൽ കാണുകയും ചെയ്യാം. ആദ്യ സ്ഥലത്ത് സംഘർഷമുണ്ടാകുന്നു. നാട്ടുകാരിൽ ചിലർ ഇടപെട്ട് അവരെ അവിടെ നിന്ന് മാറ്റുന്നു. തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ സംഘർഷം വ്യാപിക്കുന്നു. അവിടെ നിന്നും നാട്ടുകാർ അവരെ അവിടെ നിന്ന് മാറ്റുമ്പോൾ പിന്നെയും അവർ മറ്റൊരിടത്തേക്ക് പോകുന്നു. അങ്ങനെ 3 ഇടങ്ങളിലായി സംഘർഷം ഉണ്ടാവുകയാണ്. ഏതായാലും 5 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ കൈവശം ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നഞ്ചക്ക്, ഇടിവള പോലെയുള്ള ആയുധങ്ങൾ ഇവരുടെ കൈവശമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതുപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം ഈ ഗുരുതരമായി പരിക്കുപറ്റിയ ഷഹബാസിന് ഏറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഷഹബാസ് അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പോലീസിന്റെ മറ്റ് നടപടിക്രമങ്ങൾ നിലവിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ മാത്രമാണ്. അവരുടെ കൈവശമാണ് ഇതുപോലെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടായതെന്നുള്ളത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. വിജയകുമാർ. മുഹമ്മദ് ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ട്യൂഷൻ സെന്ററിലെ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷം ആകെ ഉണ്ടായത്. അതിന് ദൃക്സാക്ഷിയായ ഒരാളുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. അന്ന് ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് ചേക്കന്മാർ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ട്യൂഷൻ കുട്ടികളാണ്, അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എങ്ങനെ ചോദിച്ചാൽ എന്താ ഇവിടെ കൂടി നിൽക്കുന്നത്, ഇവിടെ നിൽക്കേണ്ട കുറച്ച് അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞാൻ നമ്മൾ കുറച്ചിങ്ങനെ കണ്ട് പരിചയമുള്ള കുറച്ച് ചേക്കന്മാരൊന്നും ഇല്ലായിരുന്നു. നമ്മളിവിടെ ഷോപ്പിൽ തിരക്കിലാണ്, വൈകിട്ട് തിരക്കിലാണ്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ പെട്ടെന്നൊരു അടി ഇങ്ങനെ കണ്ട്, പെട്ടെന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അടി കൂടുന്നത് കണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഞാൻ പിടിച്ചു മാറ്റി. അവിടുന്ന് കുറച്ച് അടി കൂടി, പിന്നെ ഇങ്ങനെ അടി കൂടി പുറത്തേക്ക് ഇറങ്ങി. പുറത്തുനിന്ന് അവിടുന്ന് അടി കൂടി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഭാഗത്തേക്ക് മാറിഞ്ഞ് വീണ്ടും അടി തന്നെയായിരുന്നു.